ഫ്രണ്ട്സ്, എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖമല്ലേ? അപ്പോൾ ഇന്നത്തെ ഇൻഗ്രീഡിയൻസ് കണ്ടപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായി കാണും ഞാൻ മധുരമുള്ള എന്തോ പരീക്ഷണമായിട്ടാണ് വന്നേക്കുന്നത്. ഞാനൊരു സ്വീറ്റ് റെസിപ്പിയാണ് ചെയ്യാൻ പോകുന്നത്. നമ്മുടെ ചാനലിൽ ഇതൊരു സ്വീറ്റ് റെസിപ്പി ഞാൻ ഇട്ടിട്ടില്ല. അപ്പം നമ്മുടെ ഫസ്റ്റ് സ്വീറ്റ് റെസിപ്പിയാണ്. അതിനകത്ത് എന്തെങ്കിലും ഒരു സ്പെഷ്യാലിറ്റി വേണ്ടേ? അപ്പം ഞാൻ ഇന്ന് ചെയ്യാൻ പോകുന്നതെന്ന് വെച്ചാൽ ഒരു ഐസ്ക്രീമാണ്. അപ്പോൾ ഈ ഇൻഗ്രീഡിയൻസ് ഒക്കെ വെച്ച് ഞാൻ എന്ത് ഐസ്ക്രീം ഉണ്ടാക്കാൻ പോകുന്നതായിരിക്കും നിങ്ങളുടെ അടുത്ത സംശയം. കേരള ഐസ്ക്രീമായ രാജ്ഭോഗ് ഐസ്ക്രീമാണ് ഞാൻ തയ്യാറാക്കാൻ പോകുന്നത്. അതിനായി ഞാൻ ഇവിടെ എടുത്തേക്കുന്നത് 1 ലിറ്റർ പാല്, റസ്ക്, ബദാം, അണ്ടിപ്പരിപ്പ്, പഞ്ചസാര, ഏലക്ക. ഇനി നമുക്കിത് എങ്ങനെയാ ഉണ്ടാക്കുന്നതെന്ന് നോക്കിയാലോ. ഗ്യാസ് കത്തിച്ച് ഒരു അടികട്ടിയുള്ള പാത്രം വെച്ച് 1 ലിറ്റർ പാല് അതിലേക്ക് ഒഴിക്കുക. അപ്പോൾ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം, ഇത് നമ്മൾ ഇടയ്ക്ക് ഇളക്കി കൊടുക്കണം. ഇത് അടുക്കി പിടിക്കാതെ സൂക്ഷിക്കുക. അടുക്കി പിടിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഐസ്ക്രീമിന്റെ ടേസ്റ്റ് പൂർണ്ണമായിട്ട് ഇത് മാറും. ഞാൻ ഫസ്റ്റ് ടൈമാണ് ഇങ്ങനൊരു ഐസ്ക്രീം ഉണ്ടാക്കുന്നത്, അതുകൊണ്ട് തന്നെ ഇതിന്റെ ടേസ്റ്റ് എന്താവുമെന്ന് എനിക്ക് ഒരു ഐഡിയ ഇല്ല. ഐസ്ക്രീം ഞാൻ പലതരം ഉണ്ടാക്കാറുണ്ട്, പക്ഷേ ഇങ്ങനൊരു ഐസ്ക്രീം ഞാൻ ഫസ്റ്റ് ടൈമാണ്. സാധാരണ ഞാൻ ഉണ്ടാക്കാറ് ചോക്ലേറ്റും വാനിലയും ബട്ടർ സ്കോച്ചും കസ്റ്റാർഡ് ഐസ്ക്രീം ഒക്കെയാണ് എൻ്റെ സ്ഥിരം ലിസ്റ്റിലുള്ളത്. ഈ പാലൊന്ന് ചൂടാവണം, അത് കഴിഞ്ഞിട്ട് നമുക്ക് അടുത്ത പരിപാടി ചെയ്യാൻ പറ്റും. അപ്പോൾ അത് നമുക്ക് വെയിറ്റ് ചെയ്യാം. പാലിവിടെ ചൂടായിട്ടുണ്ട്. അപ്പം നമുക്കിനി റസ്ക് ഇടാം. അപ്പം ഞാൻ മിൽമയുടെ റസ്ക്കാണ് ഇവിടെ എടുത്തേക്കുന്നത്. ഏകദേശം 10ഓളം റസ്ക് ഞാൻ അതിപ്പോൾ ആഡ് ചെയ്യുന്നുണ്ട്. റസ്ക് ഇട്ടതിന് ശേഷം നമ്മൾ നല്ലതുപോലെ നമ്മൾ മിക്സ് ചെയ്യണം. എൻ്റെ ഈ റസ്ക് ഈ പാലിക്കിടും നല്ലോണം കുതിരണം. രാജ്ഭോഗ് ഐസ്ക്രീം എന്നാൽ രാജകീയ രുചിയിലുള്ള ഒരു ഇന്ത്യൻ ഡെസേർട്ട് എന്നാണ് പറയുന്നത്. ഇനി നമുക്കിതിലേക്ക് നട്ട്സ് ആഡ് ചെയ്യാം. അപ്പം ഞാനിവിടെ എടുത്തേക്കുന്നത് ബദാമും അണ്ടിപ്പരിപ്പുമാണ്. നമുക്ക് മധുരത്തിന് ആവശ്യമായ പഞ്ചസാര ചേർക്കാം. അപ്പം പഞ്ചസാര ചേർക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ മധുരം ഇച്ചിരി മുന്നിൽ നിൽക്കുന്ന രീതിയിലായിരിക്കണം നമ്മൾ പഞ്ചസാര ചേർക്കുക. അപ്പം നമ്മൾ തണുപ്പിച്ചിട്ടെടുക്കുമ്പോൾ മധുരം കറക്റ്റ് ആയിരിക്കും. അപ്പം ഈ ഐസ്ക്രീമും ഡെസേർട്ട് കണക്കുള്ള ഐറ്റംസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ തണുപ്പിച്ചിട്ട് കഴിക്കുന്നതാണ്. അപ്പോൾ നമ്മൾ ഉണ്ടാക്കുമ്പോൾ മധുരം സ്വല്പം മുമ്പിൽ നിൽക്കുക. അപ്പം നമ്മളത് തണുപ്പിച്ചിട്ടെടുക്കുമ്പോൾ മധുരം കറക്റ്റ് ആയിരിക്കും. പിന്നെ ഞാൻ പഞ്ചസാരയുടെ കൂടെ 2-3 ഏലക്കയുടെ കുരുവും കൂടി ചേർത്തിട്ടുണ്ട്. അപ്പം ഈ ഐസ്ക്രീമിൻ്റെ ഫ്ലേവർ തന്നെ ഏലക്കയാണ്. അപ്പം ഈ ഐസ്ക്രീമിൽ ട്രഡീഷണൽ റെസിപ്പി ഇങ്ങനെയല്ല. ട്രഡീഷണൽ റെസിപ്പിക്കകത്ത് കുങ്കുമപ്പൂവും ഒരുപാട് നട്ട്സും ഒക്കെ ചേരുന്നുണ്ട്. അപ്പം നമ്മൾ എളുപ്പം ഉണ്ടാക്കാൻ പറ്റുന്ന രീതിയിൽ ഏകദേശം അതേ രുചിയിൽ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുമെന്നാണ് എൻ്റെ പ്രതീക്ഷ. നമുക്ക് നോക്കാം. നമ്മുടെ പാലിൻ്റെ റസ്കിൻ്റെയും കൂട്ട് ഇവിടെ നല്ലോണം തിളച്ചു വന്നിട്ടുണ്ട്. ഇനി നമ്മുടെ അടുത്ത പരിപാടി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് നല്ലോണം തണുപ്പിക്കണം. തണുത്തതിന് ശേഷം നമുക്കിത് മിക്സിയിൽ നല്ലോണം ബ്ലെൻഡ് ചെയ്തെടുക്കണം. അപ്പോൾ നമുക്ക് തണുക്കുന്നവരെ വെയിറ്റ് ചെയ്യാം. അപ്പോൾ നമുക്ക് തണുത്തതിന് ശേഷം നമുക്ക് കാണാം. നമ്മുടെ മിക്സി ഇവിടെ തണുത്ത് വന്നിട്ടുണ്ട്. നമുക്കിനി ഇത് മിക്സിയുടെ ജാറിലോട്ട് മാറ്റിയിട്ട് നല്ലതുപോലെ ഇത് അടിച്ചെടുക്കാം. അപ്പം പോലെ പണി തീർക്കാൻ വേണ്ടി എല്ലാം കൂടെ എടുത്ത് ഒന്നിച്ചെടുത്ത് ഒഴിക്കല്. കാരണം ഞാൻ ഇപ്പോൾ ഇവിടെ എല്ലാം കൂടെ എടുത്ത് ഒന്നിച്ചൊഴിക്കുവാണ്. എന്നിട്ട് മിക്സി ഓൺ ആക്കിയപ്പോഴത്തേക്ക് ഇതെല്ലാം കൂടി പുറത്തോട്ട് തെറിക്കാൻ പോയി. പിന്നെ ഞാൻ രണ്ടാമതും മാറ്റിയിട്ട് 2-3 ഘട്ടങ്ങളാണ് ഇത് അടിച്ചെടുത്തത്. ഈ കാണുന്ന ആരെങ്കിലും ഈ റെസിപ്പി മുമ്പ് തയ്യാറാക്കിയിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ എക്സ്പീരിയൻസ് ഒന്ന് കമൻറ്റായി ഒന്ന് അറിയിക്കണേ. ഫുള്ളും ഞാൻ അടിച്ചെടുത്തിട്ടുണ്ട്. അപ്പം നമ്മൾ ഏതിലാണോ ഐസ്ക്രീം സെറ്റ് ചെയ്യുന്നത് ആ പാത്രത്തിലോട്ട് വേണം നമ്മൾ ഈ മിക്സ് ഒഴിക്കാൻ. നമുക്ക് ഇതിൻ്റെ മുകളിൽ കുറച്ച് നട്ട്സ് ചോപ്പ് ചെയ്തിടണം. ഞങ്ങളുടെ ബദാമും അണ്ടിപ്പരിപ്പും തന്നെയാണ് എടുത്തേക്കുന്നത്. ഇത് കഴിഞ്ഞിട്ട് നമുക്കിതൊന്ന് ഫ്രീസ് ചെയ്യണം. ഞങ്ങളുടെ ഓവർനൈറ്റാണ് ഞാൻ ഫ്രീസ് ചെയ്തത്. ഇനി നമുക്ക് നാളെ രാവിലെ എടുത്തിട്ട് ഞാൻ ഇതിൻ്റെ റിസൾട്ട് നിങ്ങളോട് പറയാം. ഹായ് ഫ്രണ്ട്സ്, ഇന്നലെ രാത്രി നമ്മൾ ഇതിനകത്തൊരു സാധനം വെച്ചിരുന്നു. അപ്പം നിങ്ങളത് മറന്നോ? പക്ഷേ ഞാനത് മറന്നിട്ടില്ല. പക്ഷെ രാവിലെ കാണിക്കാനാണ് ഞാൻ പറഞ്ഞത്. പക്ഷേ എനിക്ക് രാവിലെ കാണിക്കാൻ പറ്റിയില്ല. ഇപ്പോൾ ഏകദേശം വൈകുന്നേരം കഴിഞ്ഞു. നമുക്ക് അതിൻ്റെ റിസൾട്ട് ഒന്ന് നോക്കാം, എന്നിട്ട് നമുക്ക് സംസാരിക്കാം. കാരണം അതൊന്ന് കാണാൻ ഞാൻ നല്ല എക്സൈറ്റ്മെൻ്റ് ആണ്. കാരണം അതെന്താണ് എൻ്റെ റിസൾട്ട് എന്ന്. കാരണം ഇങ്ങനൊരു പരീക്ഷണം ആദ്യമായിട്ടാണ് ഞാൻ ചെയ്യുന്നത്. അപ്പം നമുക്കതിൻ്റെ റിസൾട്ട് ഒന്ന് നോക്കാം. എന്നിട്ട് ഞാൻ നിങ്ങളോട് പറയാം നിങ്ങളിത് ചെയ്യണോ വേണ്ടയോ എന്ന്. അപ്പോൾ ഇത് വിജയിച്ചാലും പരാജയപ്പെട്ടാലും ഞാൻ നിങ്ങളെ കാണിക്കും. അതിൻ്റെ ഉത്തരവാദിത്വം ഞാൻ തന്നെയാണ്. അപ്പം നമുക്ക് നോക്കാം. കാണാൻ നല്ല ലുക്കൊക്കെ ഉണ്ട്, പക്ഷേ ഈ ലുക്ക് വർക്കിലുണ്ടോ എന്ന് നമ്മൾ കഴിച്ചു നോക്കേണ്ടിയിരിക്കുന്നു. അപ്പം ഞാൻ വളവളവളന്ന് പറയാതെ ആദ്യം ഇത് ടേസ്റ്റ് ചെയ്തിട്ട് നിങ്ങൾക്ക് അഭിപ്രായം പറയാം. അതിൽ ഐസ്ക്രീം സ്കൂപ്പൊന്നുമില്ല, പക്ഷെ ഇതാണ് ഇപ്പോഴത്തെ എൻ്റെ ഐസ്ക്രീം സ്കൂപ്പ്. നമുക്ക് കാര്യം നടന്നാൽ പോരെ. അപ്പം നല്ല അടിപൊളിയായിട്ടൊക്കെ വരുന്നുണ്ട്. ഇതിൻ്റെ ടേസ്റ്റ് എന്താണെന്ന് ഞാൻ നോക്കിയിട്ട് ഇപ്പം പറയാം. പിന്നെ ഇത് ഇന്നലെ രാവിലെ കാണിക്കാൻ നിങ്ങളുടെ ഞാൻ പറഞ്ഞതല്ലേ, പക്ഷെ എനിക്ക് രാവിലെ കാണിക്കാൻ പറ്റിയില്ല. എന്താ കാരണം? ഞാൻ തന്നെ കാരണം ഇത് ഇന്നലെ രാത്രി ഞാൻ ഫ്രീസറിൽ വെച്ചു. എന്നിട്ട് സ്പീഡ് അങ്ങ് ലോയിലാക്കി. എന്നിട്ട് അന്തസ്സായിട്ട് പോയി കിടന്ന് ഉറങ്ങി. ഞാൻ രാവിലെ ഒന്ന് തുറന്ന് നോക്കിയപ്പം ഐസ്ക്രീം സെറ്റായിട്ടില്ല. അപ്പം നോക്കിയപ്പോൾ ആ കാര്യം മനസ്സിലായത്. ഇടയ്ക്ക് മടത്തരങ്ങളും പൊട്ടത്തരങ്ങളും കാണിക്കുന്നത് എൻ്റെ ഒരു സ്ഥിരം പരിപാടിയാണ്. നമുക്ക് ഐസ്ക്രീം എങ്ങോട്ടൊന്ന് നോക്കണ്ടേ? അപ്പോൾ എൻ്റെ ടെസ്റ്റർ കിച്ചണിൽ എത്തിയിട്ടുണ്ട്. അപ്പം നമുക്ക് നമ്മളെ ടെസ്റ്ററെ കൊണ്ട് ടെസ്റ്റ് ചെയ്യിപ്പിക്കാം. പിന്നെ ഞാൻ എന്ത് പരീക്ഷണം നടത്തിയാലും ഒരു മടിയും കൂടാതെ ടെസ്റ്റ് ചെയ്യാൻ സമ്മതിക്കുന്ന ഒരു ടെസ്റ്ററാണ് എനിക്കുള്ളത്. ഇതേപോലെ ധൈര്യമായി മുന്നോട്ട് വരുന്ന ഒരു ടെസ്റ്റർ നിങ്ങളെ വീട്ടിലുണ്ടെങ്കിൽ നിങ്ങൾക്ക് അവരെ കൊണ്ട് പരീക്ഷിക്കാം. അല്ലെങ്കിൽ നിങ്ങൾ തന്നെ നോക്കിയിട്ട് പിന്നെ അവർക്ക് കൊടുക്കുന്നതായിരിക്കും നല്ലത്. അപ്പം എൻ്റെ ടെസ്റ്റർ കഴിച്ച് നോക്കിയിട്ട് അടിപൊളി എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പം ധൈര്യമായിട്ട് നിങ്ങൾക്ക് ഇത് പരീക്ഷിക്കാം. കാരണം സംഭവം സക്സസ് ആയിട്ടുണ്ട്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായി എന്നെ അറിയിക്കാം. അപ്പം നമ്മുടെ ചാനൽ സബ്സ്ക്രൈബും കൂടി ചെയ്യണേ. ബൈ.